ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ വഴക്കുകളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. രണ്ടുപേരും വളരെ സ്നേഹത്തോടെ കഴിഞ്ഞു പോവായിരുന്നു. ഇവർക്കിടയിൽ വീണ്ടും നല്ല ഒന്നാം തരം വഴക്കുണ്ടാവുകയാണ്. അപ്പോൾ ആ വഴക്കിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ രേവതിക്ക് ഒരു ഡെക്കറേഷൻ വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഹോളിൻ്റെ. അത് രേവതി നല്ല ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിച്ച് കൊടുക്കുന്നുണ്ട്. വരുന്നവർക്കൊക്കെ ആ ഡെക്കറേഷൻ വർക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ ഹോളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഹോളിലെ ഓണർ രേവതിയെ വിളിക്കുവാണ് ബാക്കി പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ രേവതിയെ പുകഴ്ത്തി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പരിപാടി ബുക്ക് ചെയ്തവരും വന്നവരൊക്കെ ഹോളിൽ ഡെക്കറേഷൻ വർക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നാ മോളെ ബാക്കി കാശെന്നൊക്കെ പറഞ്ഞ് രേവതിക്ക് ഒരു 7000 രൂപയും കൂടി ഓണർ കൊടുക്കുന്നുണ്ട്. രേവതിക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അതുമാത്രമല്ല ഓണർ പറയുന്നുണ്ട് ഇത്രയും നാൾ ഇവിടുത്തെ ഡെക്കറേഷൻ വർക്കൊക്കെ ഒരു ചിന്താമണി എന്ന് പറഞ്ഞൊരു പെണ്ണിനാണ് കൊടുത്തിരുന്നത്. ഇനി അവർക്കല്ല രേവതി മോൾക്കേ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ചെയ്ത് തീർത്തതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാണ്. രേവതി പറയുന്നുണ്ട് ഇതെൻ്റെ ഫസ്റ്റ് വർക്കാണ്. ചെറുപ്പം മുതലേ എനിക്കിങ്ങനെ ഡെക്കറേഷൻ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതെനിക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ ഡെക്കറേഷൻ വർക്കാണ് ഇതെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ കണ്ണൊക്കെ നിറയുവാണ് സന്തോഷം കൊണ്ട്. എന്നിട്ട് നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. വീണ്ടും ഒരു പെട്ടി സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് രേവതി പോകുന്നത്. പോയ ഉടനെ രവീന്ദ്രനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും ഇതെന്താടി നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്നത്? ഞാൻ അന്ന് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ഇവള് രവിയേട്ടനെ ഷുഗർ വരുത്തിക്കാൻ വേണ്ടി നോക്കുവാണെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരി. എന്തെങ്കിലും സന്തോഷ വാർത്ത ഇല്ലാതെ രേവതി ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്താ മോളെ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് നടന്ന സംഭവങ്ങളൊക്കെ. അച്ഛാ ആ ഡെക്കറേഷൻ വർക്ക് ഞാൻ ചെയ്തായിരുന്നില്ലേ അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ബാക്കി പേയ്മെൻറ്റും കിട്ടി. എൻ്റെ ഫസ്റ്റ് വർക്ക് അങ്ങനെ ഞാൻ ഗംഭീരമായിട്ട് പൂർത്തീകരിച്ചു വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ സ്വീറ്റ്സ് ഒക്കെ ഇട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. രവീന്ദ്രൻ പറയും നീ ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാ മോളെ, നിനക്ക് നല്ല ഭാവിയുണ്ട്, ഇനിയും ഉയരങ്ങളിലോട്ട് എത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അനുഗ്രഹിക്കുന്നുണ്ട്. ചന്ദ്ര പതിവ് പോലെ തന്നെ രേവതിയെ പുച്ഛിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ രേവതിയുടെ ബോക്സിൽ നിന്നും ഒരു സ്വീറ്റ് എടുത്ത് ചന്ദ്രയുടെ വായിൽ കുത്തിക്കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര കുറച്ചു നേരത്തേക്ക് വായടച്ച് വെക്കും. അപ്പോഴേക്കും സച്ചി വരുന്നുണ്ട്. എന്താ രേവതി എന്താ ഇന്ന് വീണ്ടും സ്വീറ്റ്സ് ഒക്കെ ഇട്ടെന്ന് പറയുമ്പോൾ സച്ചിനോടും രേവതി കാര്യങ്ങളൊക്കെ പറയുവാണ്. സച്ചിക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചേട്ടാ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത്. പക്ഷെ അന്നൊന്നും എനിക്കിത് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ഇപ്പോഴാണ് എൻ്റെ ആഗ്രഹം മനസ്സിനിണങ്ങിയ പോലെ ഒരു ജോലി എനിക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും പുച്ഛിക്കാൻ തുടങ്ങുവേ. നിന്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നല്ലോ. എല്ലാം ഈ വീടിൻ്റെ ഐശ്വര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നു ചേർന്നത്. സച്ചി പറയുന്നുണ്ട് അച്ഛാ ഈ അമ്മ എന്താ രേവതി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒന്ന് പുകഴ്ത്തുക പോലും ചെയ്യാത്തത്. വർഷയും ശ്രുതിയൊക്കെ ആണെങ്കിൽ അമ്മ ഇപ്പോൾ അവരെ തലേ കയറ്റി വെച്ചാനായിരുന്നു. രേവതി എന്ത് ചെയ്താലും അമ്മയ്ക്ക് ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും അവളുടെ സ്വഭാവം അറിയാലാടാ, നീ മിണ്ടണ്ട, അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറയുവാണ്. സച്ചി പറയുന്നുണ്ട് രേവതി ഇനി നിനക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടും, നീ പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഹോളിലെ ആളും അത് തന്നെയാണ് പറഞ്ഞത്, ഇനി വരുന്ന വർക്കൊക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സച്ചിയേട്ടാ എന്നൊക്കെ പറയുവാണ്. പിന്നീട് ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ടൈമിൽ രേവതി വളരെയധികം സന്തോഷത്തിൽ പേഴ്സിൽ നിന്നും കാശ് എടുത്തിട്ട് അതായത് ബാക്കി പേയ്മെൻറ്റ് ഓണർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ കാശ് സച്ചിക്ക് നേരെ നീട്ടുവാണ്. സച്ചിയേട്ടാ ദേ എനിക്ക് ബാക്കി കാശ് കിട്ടി, ദേ നോക്കിക്ക് 7000 രൂപ ഉണ്ടെന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണ്. അപ്പോൾ സച്ചി പറയും ഈ കാശ് നീ തന്നെ വെച്ചോ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഇത് സച്ചിയേട്ടൻ പിടിച്ചോ, ഞാൻ സമ്പാദിക്കുന്നതൊക്കെ സച്ചിയേട്ടനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്, എൻ്റെ കാശ് സച്ചിയേട്ടൻ്റേത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് സച്ചിയെ ഏൽപ്പിക്കുവാണ് ആ കാശ്. അപ്പോൾ സച്ചിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ടേ. അപ്പോൾ രേവതി ആ സന്തോഷത്തിൻ്റെ പുറത്ത് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ പൂ വിൽക്കുന്ന ദിവസങ്ങളിൽ പോലും ഒരു ദിവസത്തിൽ എനിക്ക് ഇത്രയും കാശൊന്നും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും കാശ് എൻ്റെ കയ്യിൽ ഒറ്റ ദിവസത്തിൽ കിട്ടുന്നത്. സച്ചിയേട്ടനേക്കാളും കൂടുതൽ കാശ് ഇന്ന് ഞാൻ സമ്പാദിച്ചു. എനിക്ക് തോന്നുന്നത് ഹുണ്ടിയിൽ എൻ്റെ കാശ് കൊണ്ട് നിറയുന്ന, ഇപ്പോൾ എപ്പോഴും ഞാൻ മാത്രമേ അതിൽ കാശിടുന്നുള്ളൂ എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും സച്ചിക്ക് അത് ഫീൽ ആവുകയാണ്. കാരണം സച്ചിനേക്കാളും കൂടുതൽ രേവതി സമ്പാദിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് എന്തോ അത് കുത്തി പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. അത് ഭയങ്കര വിഷമാവുകയാണ്. അപ്പോൾ സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ കയ്യിലെ കാശ് രേവതിക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇത് നീ തന്നെ വെച്ചു എന്ന് പറയുവാണ്. അപ്പോൾ രേവതി ആ സന്തോഷത്തിൻ്റെ പുറത്ത് സച്ചിയുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലേ. സച്ചിയേട്ടൻ കൊണ്ട് ഇടുന്ന് പറയുമ്പോൾ സച്ചി പറയും വേണ്ട രേവതി നിന്റെ കാശല്ലേ നീ തന്നെ കൊണ്ടുപോയി ഇടുമെന്ന് പറഞ്ഞിട്ട് സച്ചി കിടന്നുറങ്ങുവാണ്. രേവതി ആ നിമിഷത്തിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലേ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും രേവതി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സച്ചിയെ കാണുന്നില്ല. രേവതി ടെറസിലൊക്കെ പോയി നോക്കുന്നുണ്ട്, അവിടെയൊന്നുമില്ല. പുറത്ത് വണ്ടി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കാറും ഇല്ല കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. ഈ സച്ചിയേട്ടൻ ഇതെവിടെ പോയി, എന്നോട് പറയാതെ അങ്ങനെ എവിടെയും പോവാറില്ലല്ലോ, ഫോൺ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വിളിക്കുമ്പോഴേക്കും ബെല്ലടിക്കുന്നുണ്ട്. സച്ചി എടുക്കുന്നില്ല. അപ്പോൾ രേവതിക്ക് ടെൻഷൻ ആവുകയാണ്.
രേവതിയുടെ മുഖത്തെ ഭാവവ്യത്യാസം കാണുമ്പോഴേക്കും വർഷ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രേവതി ചേച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വർഷേ സച്ചേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, രാവിലെ തൊട്ട് സച്ചേട്ടൻ ഇവിടെ കാണാനും ഇല്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, സച്ചേട്ടൻ്റെ ജോലി അങ്ങനെയല്ലേ, ട്രിപ്പിന് വേണ്ടി ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും, അപ്പോൾ സച്ചേട്ടൻ പോയതായിരിക്കും, ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും, രേവതി ചേച്ചിയെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് ശല്യപ്പെടുത്താതെ പോയതായിരിക്കും, ഇതിനൊക്കെ ഇത്ര വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എത്ര ട്രിപ്പിലാണെങ്കിലും ഞാൻ വിളിച്ച സച്ചേട്ടൻ ഫോൺ എടുക്കാറാ, ഇതെടുക്കുന്നു പോലും ഇല്ല വർഷയെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, ചേച്ചി വണ്ടി ഓടിക്കുമായിരിക്കും, കുറച്ചു നേരം കഴിയുമ്പോൾ തിരിച്ചു വിളിച്ചോളും, ചേച്ചി വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വർഷ അവിടെ നിന്നും പോവാണ്. പക്ഷേ രേവതിക്ക് എന്നാലും ആ വിഷമമൊന്നും മാറുന്നില്ല, ഇങ്ങനെ വിഷമിച്ച് തന്നെ നിൽക്കുവാണ്. രവീന്ദ്രനോടും ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴും അവളെ ഇവിടെ കണ്ടില്ല മോളെ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയും, ഹാ അച്ഛാ, ഞാൻ എഴുന്നേറ്റ ടൈമിൽ സച്ചേട്ടൻ ഇല്ലായിരുന്നു, ഞാൻ ഓർത്ത് മോളിൽ എക്സസൈസ് ചെയ്യുമായിരിക്കും എന്ന്, കുളി കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ അവിടെ സച്ചേട്ടനെ കാണാനില്ല, വിളിച്ചിട്ട് എടുക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ രവീന്ദ്രനും വർഷ പറഞ്ഞതുപോലെ തന്നെ പറയുവാണ്, അവൻ ചിലപ്പോൾ പെട്ടെന്നൊരു ട്രിപ്പ് വന്നപ്പോൾ പോയതായിരിക്കും, മോള് വിഷമിക്കേണ്ട, മോളുടെ കാര്യം നോക്കുമെന്ന് പറഞ്ഞ് രേവതിയെ വിടുവാണേ. പക്ഷേ രേവതി രാവിലെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് സച്ചിനെ, ഉച്ചയ്ക്കും വിളിച്ചുകൊണ്ടിരിക്കുവാണ്, പക്ഷേ സച്ചി ഫോൺ എടുക്കുന്നില്ല. രേവതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ വണ്ടി എടുത്ത് ടാക്സി സ്റ്റാൻഡിലോട്ട് പോവാണ്. അവിടെ മഹേഷിനോട് കാര്യം അന്വേഷിക്കുമ്പോഴേക്കും മഹേഷും പറയുന്നുണ്ട്, ഇന്ന് ഇങ്ങോട്ട് സച്ചി വന്നിട്ടേ ഇല്ല രേവതി എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ, എന്തെങ്കിലും ട്രിപ്പ് വന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴേക്കും മഹേഷ് വിളിച്ചു നോക്കുമ്പോഴും സച്ചി എടുക്കുന്നില്ലേ, മഹേഷിൻ്റെ കൂട്ടുകാരെ വിളിച്ചു നോക്കുമ്പോഴും എടുക്കുന്നില്ല. അപ്പോൾ മഹേഷ് പറയും, രേവതി വിഷമിക്കണ്ട, സച്ചി എന്തായാലും തിരിച്ചു വിളിക്കുമല്ലോ, എന്തെങ്കിലും വിവരം അറിയുകയാണെങ്കിൽ ഞാൻ വിളിച്ചറിയിക്കാം, ചിലപ്പോൾ ഫോൺ സൈലൻറ്റിലായിരിക്കും, കുറച്ച് കഴിഞ്ഞ് അവൻ തിരിച്ച് വിളിച്ചോളും, ചേച്ചി രേവതി വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മഹേഷ് രേവതിയെ അവിടെ നിന്നും പറഞ്ഞയക്കുവാണ്. വൈകുന്നേരമായിട്ടും നേരം ഇരുട്ടാൻ തുടങ്ങിയിട്ടും സച്ചിയെ കാണുന്നില്ല. അപ്പോൾ രേവതി എന്ത് ചെയ്യുന്നു വെച്ചാൽ ശരത്തിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്, എടാ ശരത്തെ, സച്ചിയേട്ടനെ കാണാനില്ല, നമുക്ക് സച്ചിയേട്ടൻ പോകുന്നിടത്തൊക്കെ പോയി നോക്കിയാലോ എന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി സച്ചിയേട്ടൻ എന്താ കുഞ്ഞു വാവയാണോ, സച്ചിയേട്ടൻ എന്തായാലും തിരിച്ചു വരും, എന്തെങ്കിലും ട്രിപ്പിൻ്റെ ആവശ്യങ്ങളായിട്ട് പോയതായിരിക്കും എന്നൊക്കെ ശരത്തും പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, എന്തൊക്കെയാണെങ്കിലും രാവിലെ തൊട്ട് ഇത്ര നേരമായിട്ട് സച്ചിയേട്ടൻ്റെ ഒരു വിവരവും ഇല്ല, വിളിച്ചിട്ടുമില്ല, എനിക്കെന്തോ പേടിയാവുന്നു ശരത്തെ, വാ എൻ്റെ കൂടെ ഒന്ന് വാ, നമുക്ക് എല്ലായിടത്തും ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ശരത്തും രേവതിയും കൂടി ബൈക്കിലൊക്കെ മൊത്തം കറങ്ങുന്നുണ്ട്. പക്ഷേ എവിടെയും കാണുന്നില്ല. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ചേച്ചി എങ്ങാനും സച്ചേട്ടനെ ചീത്ത വല്ലതും പറഞ്ഞായിരുന്നു, വല്ല വഴക്ക് പിടിച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഞങ്ങൾ തല്ലൊന്നും പിടിച്ചിട്ടില്ല ശരത്തെ, ഇന്നലെ നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു, രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് സച്ചിയേട്ടനില്ല, ഞങ്ങൾ ആദ്യമായിട്ടൊന്നുമല്ലോ വഴക്കിടുന്നത്, വഴക്കിട്ടാൽ തന്നെ സച്ചിയേട്ടൻ എന്നോട് വന്ന് മിണ്ടാറുമുണ്ട്, ഇത് എനിക്കറിയില്ല എന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, ഇനി സച്ചിയേട്ടൻ ബാറി വല്ലതും പോയിട്ടുണ്ടാവോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ കുടി നിർത്തിയിട്ട് ഒരുപാട് നാളായി, കുടിക്കാറില്ല ശരത്തെ എന്ന് പറയുവാണ്. അപ്പോൾ ശരത്ത് പറയും, വേറെ എവിടെ പോകാനാ രേവതി ചേച്ചി, ഇനി അന്വേഷിക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ രേവതി പറയും, എന്നാൽ ശരി നമുക്ക് ബാറിൽ കൂടി പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ശരത്തും രേവതിയും കൂടി ബാറിലും പോയി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും സച്ചിയെ കാണുന്നില്ല. ലാസ്റ്റ് രേവതി പറയുന്നുണ്ട്, എടാ ശരത്തെ, നീ എന്നെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ആക്കി, ഏതായാലും നേരെ ഇരുട്ടാൻ തുടങ്ങി, ഇനി എന്നെ രാത്രിയായിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞ് അവിടെ സച്ചേട്ടൻ്റെ അമ്മ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും, അച്ഛനും സച്ചേട്ടനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമായിരിക്കും, എന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കടാന്ന് പറയുമ്പോഴേക്കും ശരത്ത് കൊണ്ടുപോയാക്കുന്നുണ്ട് വീട്ടിലോട്ട്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ എത്തിയിട്ടില്ല, എത്തിയെങ്കിൽ ഇവിടെ പുറത്ത് കാറ് കണ്ടാനായിരുന്നു എന്ന് പറയുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്തായാലും സച്ചിയേട്ടൻ വരും, സച്ചിയേട്ടൻ എത്തിക്കഴിഞ്ഞാൽ എന്നെ തിരിച്ച് വിളിച്ചോളൂ, ഞാൻ ഒന്നുകൂടെ ഒന്ന് മൊത്തം കറങ്ങി നോക്കട്ടെ, കാണുവാണെങ്കിൽ രേവതി ചേച്ചിയെ ഞാനും വിളിച്ച് വിവരം അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് ശരത്ത് അവിടെ നിന്നും പോവാണ്. രേവതി വിഷമിച്ച് അകത്ത് കയറുമ്പോൾ രവീന്ദ്രൻ വാതുക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. എന്താ മോളെ, സച്ചി വിളിച്ചില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ല അച്ഛാന്ന് പറയുവാണ്. അച്ഛൻ പോയി കിടന്നോ, സച്ചിയേട്ടൻ വരുമ്പോൾ ഞാൻ ഭക്ഷണം എടുത്ത് കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഏയ് അവൻ വരാതെ ഞാൻ ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല, അവൻ വരട്ടെ എന്നിട്ട് ഞാൻ കിടക്കുള്ളൂ, മോള് പോയി ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഏയ് ഇല്ല സച്ചിയേട്ടൻ വന്നിട്ടേ ഞാനും കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് രേവതി അടുക്കളയിലോട്ട് പോവാണ്. ഈ ടൈമിലാണ് സച്ചി കയറി വരുന്നത്. സച്ചി കയറി വരുന്നതും ഭയങ്കര ക്ഷീണിച്ചിട്ടൊക്കെയാണ് കയറി വരുന്നത്. അവിടെ സോഫയിലേക്ക് ഇരിക്കുവാണ്. രവീന്ദ്രൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ സച്ചി, നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, അച്ഛാ എനിക്കൊരു ദൂരയാത്ര ട്രിപ്പ് വന്നായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോയതാണെന്ന് പറയുവാണ്. അപ്പോൾ സച്ചിയേട്ടൻ്റെ സൗണ്ട് കേൾക്കുന്നതും രേവതി ഓടി വരുവാണ്. അപ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല, സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, നിനക്ക് ആ വിവരം രേവതി ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ, അവൾ എന്തോരം നേരമായി വിഷമിച്ചിരിക്കുന്നു എന്നൊക്കെ അറിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, ചാർജ് ഇല്ലായിരുന്നു എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, അതിന് വണ്ടിയിൽ നിൻ്റെ ചാർജർ ഇല്ലേ, ഇല്ല അച്ഛാ ചാർജർ എടുക്കാൻ ഞാൻ മറന്നു എന്നും പറയുവാണ്. നീ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഇത്ര നേരമായില്ലേ, നീ പോയി
കുളിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ നോക്കുമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ മുറിയിലോട്ട് പോവാണ്. രേവതി സച്ചിനോട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ ഇത്ര നേരം എവിടെയായിരുന്നു, എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ദൂരെ യാത്ര വന്നായിരുന്നു, അങ്ങോട്ടേക്ക് ട്രിപ്പ് പോയതാ, ഫോൺ എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പേഴ്സിൽ നിന്നും ഒരു 8000 രൂപ എടുക്കുവാണ്. എന്നിട്ട് രേവതിക്ക് മുമ്പിൽ ഇങ്ങനെ വെച്ച് അത് എണ്ണുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ 8000 രൂപയുണ്ട്, ഇന്നൊരു ദിവസം കൊണ്ട് ഞാൻ സമ്പാദിച്ചതാ, നിന്നെക്കാളും നീ ഇന്നലെ സമ്പാദിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ സമ്പാദിച്ചു എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ സച്ചിയെ നോക്കുന്നുണ്ട്. ഹോ, അപ്പോൾ ഇതായിരുന്നല്ലേ കാര്യം, എന്നെക്കാളും കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണല്ലേ രാവിലെ തന്നെ ഇറങ്ങിപ്പോയത്, കൊള്ളാം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാനതെൻ്റെ സന്തോഷത്തിൻ്റെ പുറത്ത് പറഞ്ഞതാ, സച്ചിയേട്ടൻ അത് ഇങ്ങനെയൊക്കെ എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഇല്ല രേവതി, നീ അതെന്നെ എന്തോ കുത്തി പറയുന്നത് പോലെ തോന്നി, എനിക്ക് ആ ഡയലോഗ് കേട്ടപ്പോൾ ശരിക്കും വിഷമമായി, അതുകൊണ്ടാണ് നിന്നെക്കാളും കൂടുതൽ സമ്പാദിക്കണം എന്നുള്ള വാശിയിൽ ഞാൻ രാവിലെ തന്നെ ഇറങ്ങിപ്പോയത്, വിളിച്ചിട്ട് എടുക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, പണ്ടൊക്കെ നമ്മൾ വഴക്കിട്ട് കഴിഞ്ഞാലായിരുന്നു മിണ്ടാതിരുന്നത്, ഇപ്പോൾ ഞാൻ മിണ്ടുന്നത് തന്നെ സച്ചിയേട്ടനെ വഴക്കിടാനുള്ള ഒരു കാരണമാവുകയാണല്ലേ, പണ്ടൊക്കെ എല്ലാവരും പറയും നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരാളോടെ നമ്മളെല്ലാം തുറന്നു പറയത്തുള്ളൂ, ഒന്നും നോക്കാതെ സംസാരിക്കത്തുള്ളൂ എന്ന്, ഞാൻ അതുപോലെയാണ് സച്ചിയേട്ടനോട് ഇന്നലെ പറഞ്ഞത്, ഇനി സച്ചിയേട്ടനോട് സംസാരിക്കുമ്പോഴും ഞാൻ സൂക്ഷിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് രേവതി വിഷമിക്കുകയാണ്. അപ്പോൾ സച്ചി പറയും, അങ്ങനെയല്ല രേവതി, നീ ആ പറഞ്ഞത് എനിക്കെന്തോ വിഷമമായി, അതുകൊണ്ടാണ് എനിക്കത്രയും നിന്നെപ്പോലെ എനിക്ക് സമ്പാദിക്കാൻ കഴിയില്ലേ എന്നൊരു കുറ്റബോധം എനിക്കുണ്ടായി, അതിൻ്റെ ആ ഒരു വിചാരത്തിൽ ഞാൻ ഇറങ്ങിപ്പോയതാ രേവതി, നീ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് സച്ചി മാപ്പ് ചോദിക്കുമ്പോഴേക്കും രേവതിക്ക് സങ്കടം മാറുന്നില്ലേ. ഇല്ല സച്ചിയേട്ടൻ എന്നാലും എന്നെപ്പറ്റി ഇങ്ങനെയല്ലേ, എന്നോടുള്ള വാശിക്ക് പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാളും കൂടുതൽ സമ്പാദിച്ചാൽ അത് ആണുങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലല്ലേ, സച്ചിയേട്ടനും എല്ലാം ആണുങ്ങളെ പോലെ തന്നെയാണെന്ന് രേവതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇല്ല രേവതി, നീ സമ്പാദിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്കത്രയും സമ്പാദിക്കാൻ സാധിക്കില്ല എന്നൊരു തോന്നലിൻ്റെ പുറത്ത് ഞാൻ പോയതാ, പക്ഷെ എനിക്കും കഴിയും എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ആ ദേഷ്യം മാറുന്നില്ലേ. രേവതി ഇങ്ങനെ വഴക്കിട്ട് സച്ചിയോട് മിണ്ടാതെ നേരെ അടുക്കളയിലോട്ട് കയറിപ്പോവാണ്. ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.